മനസ്സ് വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് തിരുനാവായ കുംഭമേളയെക്കുറിച്ച് ഓർത്തത്. നേരെ അങ്ങോട്ടേക്ക് വിട്ടു. അപ്പോൾ ഇവിടെ ഈ തിരുനാവായയിലെത്തിയ സമയത്ത് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടി. പലരും പേ പാർക്കിങ്ങിന് 2 വീലറിന് 50ഉം 100ഉം 4 വീലറിന് 150, 200ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കരെ ഈ പരിപാടി നടക്കുന്ന ഭാഗങ്ങളൊക്കെ കാണാം. ഇവിടെ ഫ്രീ ആണ് കേട്ടോ പാർക്കിങ്. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് പിന്നെയും ഒരു 1/2 കിലോമീറ്റർ പുറകിലേക്ക് വന്ന് അവരിങ്ങനെ വളച്ച് തിരിച്ചാണ് വിടുന്നത്, ഡയറക്റ്റ് വിടുന്നില്ല. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്കുള്ള വഴിയാണ് ഇത്. പാർക്കിങ്ങിന് ഇവർ വാങ്ങിക്കുന്ന ചാർജ് കേട്ടാൽ ഞെട്ടിപ്പോവും. 100 രൂപ നമ്മുടെ 2 വീലറിന്, 50 രൂപ 100 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്. 4 വീലറിന് 150, 200ഒക്കെ. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഇതൊരു വലിയ ഗുണമാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഇവിടെ ഈ പുഴയുടെ ഇവിടെ നിന്നാൽ കാണാമെന്ന് അവർ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അക്കരെയാണ് പരിപാടികൾ നടക്കുന്നത്. അവിടെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ച കിട്ടില്ല എന്നുള്ളത് കൊണ്ട് പതുക്കെ പുറത്തേക്ക് വന്ന് നടപ്പാലത്തിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഈ ക്ഷേത്രത്തിലെ പുറകുവശത്തിൽ കൂടെയുള്ള ഈ വഴിയാണ് നടപ്പാതയിലേക്കുള്ളത്. അപ്പോൾ നടപ്പാലം എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കാണുകയും ചെയ്യാമല്ലോ. അങ്ങനെ നടന്നു. അപ്പോൾ വളരെ നീണ്ടു കിടക്കുന്ന വഴിയാണ്. നീണ്ടു കിടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ തിരക്ക് ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 1-1.5 കിലോമീറ്ററോളം ഞാൻ നടന്നു. അപ്പോൾ പുഴയില് നിർമ്മിച്ചിരിക്കുന്ന ആ പാലം ഒന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു പാലമാണ്. എങ്ങനെയായാലും ഈ സമയത്ത് കുറച്ച് ജലം കുറച്ച് കുറവുള്ള സമയമാണ്. എന്തായാലും ഒരു പുണ്യനദിയായിട്ട് കണക്കാക്കുകയാണല്ലോ. ദക്ഷിണ ഗംഗ എന്നല്ലൊക്കെ അല്ലേ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ പാലത്തിലേക്ക് കയറുന്നതിന് മുമ്പുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പാലത്തിൽ ഒരേ സമയത്ത് 2 പേര് കൂടി നടക്കാൻ പാടില്ല, ഒറ്റയ്ക്ക് നടക്കാൻ പാടില്ല. അപ്പോൾ അവിടെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, വേഗം പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ കുംഭമേളയൊക്കെ നടക്കുന്ന ആ ഭാഗം കാണാം. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം നല്ലോണം ഉണ്ട്. അവിടെ ഒരു തടയണയിൽ കെട്ടി നിർത്തിയിട്ടുണ്ട് വെള്ളം, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ. അപ്പോൾ എന്തായാലും ഈ പല ഭാഗത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുള്ള ആളുകളും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പം എല്ലാ ഭാഷയും സംസാരിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിഞ്ഞു. ഇവിടെ ആളുകൾ പുണ്യസ്നാനം എന്ന് തന്നെ പറയാം, അത് ചെയ്യുകയാണ്. അപ്പം പാലം നന്നായിട്ട് തന്നെയാണ് ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതുവരെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഉണ്ടാവാതിരിക്കട്ടെ. അതുപോലെ തന്നെ എല്ലായിടത്തും വളണ്ടിയേഴ്സിനെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. വളരെ നല്ല രീതിയിലാണ് ക്രൗഡ് മാനേജ് ചെയ്യുന്നത്. പിന്നെ ഈ ഏതായാലും ഇവിടേക്ക് വന്നത് കുറച്ചുകൂടി നന്നായി. കാരണം കുറച്ചുകൂടി വിശാലമായി നമുക്ക് നിൽക്കാൻ കഴിയും. അപ്പോൾ ആരതി ഇവിടുന്ന് ക്ഷേത്രത്തിന് അഭിമുഖമായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്നാൽ കാണുന്ന കാഴ്ച ഇതാണ്. വളരെ വേഗത്തിൽ ഈ സ്ഥലത്തേക്ക് എത്തി. സൗകര്യപ്രദമായി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അന്വേഷിക്കുകയാണ്. ആരതി എങ്ങനെയാണെന്ന് കാണണം. അപ്പം ജനം TV-യിൽ വൈകിട്ട് അത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇത്ര അടുത്ത് ഇങ്ങനൊരു മഹാമകം നടക്കുമ്പോൾ അത് ഞാനിതിനെക്കുറിച്ച് ചരിത്രമൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു സംരംഭമാണ്. അപ്പം ഇതുകൊണ്ടുള്ള നേട്ടം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയുള്ള പരിസരത്തുള്ള പാർക്കിങ്ങൊക്കെ പേ പാർക്കിങ്ങുകാർ നല്ലോണം പൈസ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കച്ചവടക്കാര് കാര്യമായിട്ടൊന്നും കാണുന്നില്ല. പണ്ടത്തെ മഹാമകം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചരിത്രത്തിലൊക്കെ വായിക്കുമ്പോൾ ഒരു പ്രത്യേകതര ഒരു കാഴ്ചയുണ്ട്. അതായത് വഴിവാണിഭക്കാര് അല്ലേ, അങ്ങനെയുള്ള പല ഭാഗത്തു നിന്നുള്ള കച്ചവടക്കാരൊക്കെ വന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ കായിക അഭ്യാസങ്ങളും മറ്റു കാര്യങ്ങളും അതൊക്കെ ഇപ്പോഴും ഇവിടെയും നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു പുനരാവിഷ്കരണം എന്ന നിലയ്ക്ക് എന്തായാലും നല്ലൊരു സംരംഭമാണ്. അപ്പോൾ എല്ലായിടത്തും ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, എപ്പോഴാണ് ഇത് പരിപാടി നടക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. അതായത് 6:30-ക്കാണ് ആരതി ഒഴിയുന്നത്, കാണാൻ വേണ്ടി നിൽക്കുകയാണ്. കുറച്ചുപേര് പന്തലിൽ ഇരിക്കുന്നുണ്ട്.
പിന്നെ പുഴയുടെ സൈഡിലാണ് ബാക്കിയുള്ളവരൊക്കെ നിൽക്കുന്നത്. ഇവിടെ നിന്നാലൊന്നും കൃത്യമായിട്ട് നമുക്ക് കാഴ്ച കിട്ടില്ല. അവിടെയാണ് നടക്കുന്ന പരിപാടി. അപ്പോൾ ഒന്നുകൂടിയും ഒരു സൗകര്യപ്രദമായ ഒരു സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ ഏതായാലും ഇതിലൂടെ ഒന്നും കിടക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പുഴയിലേക്ക് ഇറങ്ങി അതിലൂടെ നടന്നാൽ ഒരു പക്ഷേ കുറച്ച് അപ്പുറത്തേക്ക് എത്താം. ഇവിടെ വലിയ ഇങ്ങനെയുള്ള ഡിസ്പ്ലേകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ നടക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ കുറച്ചും കൂടി വിശാലമായിട്ട് കാണാം. പക്ഷെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. 2-3 ഉണ്ടെങ്കിൽ ആളുകൾക്ക് കുറച്ചും കൂടി സൗകര്യപ്രദമായിരുന്നു. ജനം വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് ഇതെല്ലാം സ്വീകരിക്കുന്നത്. ഇവിടെ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് അറിയില്ല. അപ്പം ഞാനിവിടെ കാണുമ്പോൾ ആളുകൾ പരസ്പരം സംസാരിക്കുന്നത് ഒക്കെ വളരെ മാന്യമായിട്ട്, വളരെ എന്താ പറയുക, ഭക്തിസാന്ദ്രമായിട്ടൊരു അന്തരീക്ഷമാണ്. ഇവിടെ നിന്ന് അക്കരെ ക്ഷേത്രം കാണാം. അവിടെ ഇരിക്കുന്ന ആൾക്കാർ നമ്മൾ ആദ്യം ആ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. 6:30 എന്നാണ് പറഞ്ഞത്, പക്ഷെ 6:30 കഴിഞ്ഞു. നമ്മൾ ഈ പുഴയുടെ ഈ ഭാഗത്ത് ഇറങ്ങി വെള്ളത്തിലൂടെ കടന്ന് കുറച്ചും കൂടി മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് കാണാം. പക്ഷെ നമ്മുടെ ഷൂ ഒക്കെ ആകെ നാശമാകും. എന്തായാലും ഇതല്ലാതെ വേറെ മാർഗമില്ല അങ്ങോട്ട് കിടക്കണമെങ്കിൽ. ഇടയ്ക്കിടയ്ക്ക് പുഴയിൽ തോണി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ആ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. ഞാൻ പതുക്കെ വെള്ളത്തിലിറങ്ങി ഒന്ന് നടന്നു കഴിഞ്ഞതാണ്. ആളുകൾ ഒക്കെ ഇവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് നിൽക്കുന്നുമുണ്ട്. ഇത് കണ്ടോ, ഈ തൊപ്പിക്കാരെല്ലാം ഒരു ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് തോന്നുന്നു. കാരണം ഇവരുടെ തിരിച്ചറിയാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് ഈ കളർ കൊടുത്തിരിക്കുന്നത്. അവർ അതാത് ഗ്രൂപ്പിലുള്ള ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോരുത്തരും പല ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. കണ്ടോ, അത് വേറെ ആളുകളെയൊക്കെ വിളിക്കുന്നുണ്ട്. ഈ തൊപ്പി ദൂരത്ത് നിന്ന് കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കുന്നു. വളരെയധികം പ്രായമായവരും ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും ഉണ്ട്. ഇത്രയും ജനനിബിഡമായിട്ടുള്ള അതായത് ഇത്രയും ആളുകളെയൊക്കെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടകരം തന്നെയാണ്. പറയുമ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇവര് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. എന്നിട്ടും വളരെ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. എത്ര ജനം വന്നാലും അതിനെ ഉൾക്കൊള്ളാൻ പാകത്തിലാണ് ഇവിടുത്തെ ക്രമീകരണമല്ല. അപ്പൊ അക്കരെ നിന്ന് തോണി വീണ്ടും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ പൂജാരിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും ദൂരത്ത് നിന്ന് ഇത് കാണുമ്പോൾ ചില പരിമിതികളുണ്ട്. അപ്പൊ അവിടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ജനബാഹുല്യം എന്നുള്ളത് ഒന്ന് കണ്ടോളൂ. അപ്പൊ ഞാൻ കാണുന്ന കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് പരമാവധി എഡിറ്റ് ചെയ്ത് കുറച്ച് സമയത്തിനുള്ളിൽ കാണിക്കാനാണ് ശ്രമിക്കുന്നത്. ഭാരതത്തെയും കേരളത്തെയും തിരുനാവായ ക്ഷേത്രത്തെക്കുറിച്ച് എല്ലാം സംസ്കൃതത്തിൽ ഇതിൽ പറയുന്നുണ്ട്. അവർ ചൊല്ലുന്നുണ്ട്, മന്ത്രമായിട്ട് ചൊല്ലുന്നുണ്ട്. എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാകട്ടെ എന്നുള്ള ഒരു മന്ത്രമായിരിക്കണം. അതിന്റെ തുടക്കമാണ് ഈ കാണുന്നത്. അത് നദിയിലേക്ക് അർപ്പിക്കുന്നതാണ് ക്ഷേത്രത്തിനോട് അഭിമുഖമായിട്ട്. എന്താണ് ഗംഗാ ആരതി, എന്താണ് ആരതി, എന്താണ് അതിൻ്റെ ആവശ്യകത, എങ്ങനെയാണ് അത് നടത്തുന്നത് എന്നെല്ലാം നമുക്ക് കാശി വരെ പോകാൻ കഴിയാത്ത ആളുകൾക്ക് ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ വന്ന് ഇത് കാണാൻ സൗകര്യം ഒരുക്കി തന്ന സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരണം പലർക്കും യാത്ര ചെയ്യാനും ഇത്ര ദൂരം പോയി കാണാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് അതിന് അതുപോലെ തന്നെയാണ് ഇവിടെയും അവർ ആരതിയെല്ലാം നടത്തുന്നത്.
ഫോണാണ് പ്രശ്നക്കാരൻ. പക്ഷെ വീഡിയോ എടുക്കുന്നത് ഫോട്ടോ എടുക്കുന്നത് പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടല്ല ഇപ്പൊ നിങ്ങളിലേക്ക് ഞാൻ ഈ കാഴ്ചകൾ എത്തിക്കുന്നത്. ഞങ്ങള് അത് ആര് പറഞ്ഞാലും കേൾക്കില്ല, എല്ലാവരും വീഡിയോ എടുക്കാൻ വന്നവരാണ്. ആ നമ്മുടെ ക്യാമറ അത് മറ്റുള്ളവർക്ക് തടസ്സമാകുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ നമ്മളെടുക്കുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ കാഴ്ചകളൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് തടസ്സം ഉണ്ടാകരുത്. ആരതി പരിപൂർണമായി അവസാനിക്കുന്നത് വരെ നിന്നാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. പാലം കടക്കാൻ നല്ല തിരക്കായിരിക്കും വിചാരിച്ചിട്ടാണ് വന്നത്. നോക്കൂ, ഇപ്പോഴേ വളരെ വലിയ ക്യൂ ആണ്. അതന്നെ വളരെ കിലോമീറ്റർ അകലേക്കാണ് ആ ക്യൂ പോകുന്നത്. അപ്പോൾ എന്തായാലും തിരക്കി അതിലൂടെ പോവുകയാണ്. കാരണം സുരക്ഷയാണല്ലോ ഏറ്റവും വലിയ പ്രാധാന്യം.
അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടുപേരെ വീതമേ എൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാൻ പറ്റും. എന്നാലും ഈ വളണ്ടിയേഴ്സ് ഒക്കെ നന്നായിട്ട് ക്രമീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെയധികം നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് 2 വരിയാണ്. അതുവരെ കുറെ ആളുകൾ എല്ലാവരും കൂട്ടത്തോടു കൂട്ടാണ് വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് സിക്സാക് ലൈനാണ്, ഒരു 1/2 കിലോമീറ്റർ ഉണ്ടാവും. അങ്ങനെ പാലത്തില് ഒരുമിച്ച് 2 പേര് കൂട്ടി പോകാൻ പാടില്ല, ഒറ്റയ്ക്കേ പോകാൻ പാടുള്ളൂ. അതാണ് പാലത്തിന്റെ ആ ബലത്തിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ക്രമീകരിക്കുന്നത്. സാമൂതിരിയെ വധിക്കാനായി വള്ളുവക്കവനാതിരിയുടെ ചാവേർ പടയാളികൾ വന്നിരുന്ന അല്ലെങ്കിൽ ഏറ്റുമുട്ടിയിരുന്ന ആ രംഗങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം അതുപോലെ തന്നെ കുറച്ച് സാങ്കല്പികവും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കാം എന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ സംഘാടകർ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. പുറത്തു വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്, കംപ്ലീറ്റ് ബ്ലോക്കാണ്. അപ്പോൾ എന്തായാലും ചെറിയ റോഡാണ്, വീതി കമ്മിയാണ്. ഇത് തിരൂർക്ക് പോകുന്ന റോഡാണ്, തിരൂര് കുറ്റിപ്പുറം. അപ്പോൾ ഇവിടെയും ഒരുപാട് ക്രമീകരണങ്ങളുണ്ട്. വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തി, അവിടെ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.